നമസ്കാരം സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ LDF ഭയക്കുന്നു എന്ന് വേണം പറയാൻ. പുതിയ കേസ് കെട്ടുകളുമായി സുരേന്ദ്രനെ തളയ്ക്കാനാണ് ഇപ്പോൾ LDFന്റെ നീക്കം. നാമനിർദ്ദേശ പത്രികയിൽ നൽകിയതിനേക്കാൾ കൂടുതൽ കേസുകളുടെ എണ്ണം സർക്കാർ കോടതിയിൽ സമർപ്പിച്ചാണ് ഇപ്പോൾ സുരേന്ദ്രനെ വെട്ടിലാക്കാൻ വേണ്ടി LDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളക്കേസിൽ കുടുക്കി തന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഇല്ലാതെയാക്കാനാണ് ശ്രമമെന്നും ബിജെപിയുടെ വിജയത്തെ LDFന്റെ നേതൃത്വം ഭയന്നു തുടങ്ങിയെന്നും സുരേന്ദ്രനുമായി അടുപ്പമുള്ളവർ വ്യക്തമാക്കുന്നു. 242 കേസുകളാണ് സുരേന്ദ്രന്റെ പേരിൽ ഉള്ളതെന്ന് സർക്കാർ ഇപ്പോൾ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ 20 കേസിലെ പ്രതിയാണ് താനെന്നാണ് പത്തനംതിട്ടയിലെ വരണാധികാരിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോൾ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. ഇതുമൂലം വീണ്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും സാധ്യതയുണ്ട്. കെ സുരേന്ദ്രന്റെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം LDF-UDF പാളയത്തിൽ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. സുരേന്ദ്രന്റെ പ്രചരണത്തിന് ഒപ്പമുള്ള ജനക്കൂട്ടവും വിവിധ സ്ഥലത്തെ പ്രചരണ തരംഗവും LDFന് നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു. എത്രയായാലും ശബരിമല വിഷയം സുരേന്ദ്രനെ തുണയ്ക്കുമെന്ന് എല്ലാവർക്കും അറിയാം. മുൻവർഷത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ബിജെപിയുടെ പ്രവർത്തനവും പ്രവർത്തകരും വൻ തരംഗമാണ് പത്തനംതിട്ടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. തോറ്റുകൊടുക്കാനാവില്ലെന്നും ഇതെല്ലാം അതിജീവിക്കുമെന്നും കെ സുരേന്ദ്രൻ ആത്മവിശ്വാസത്തോടുകൂടി തന്റെ ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കുന്നു. ആദ്യം കള്ളക്കേസിൽ കുടുക്കി, പിന്നീട് പത്തനംതിട്ടയിൽ കാലുകുത്തരുതെന്ന് വിലക്കി, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം അട്ടിമറിക്കാനുള്ള പുതിയ ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് 242 കേസുകൾ കൂടി തനിക്കെതിരെ എടുത്തിരിക്കുന്നതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ മുതൽ പോലീസ് ഇതിനെ കുറച്ച് ദിവസങ്ങളായിട്ട് പോലീസ് ഇതിനെ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ പേരൂർക്കടയിൽ 2 വർഷം മുമ്പ് നടന്ന ലോ അക്കാദമി സമരത്തിൻ്റെ പേരിലുള്ള ഒരു കേസ്, ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു കേസ് ഇന്ന് രാവിലെ കോടതിയിൽ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം വളരെ ആസൂത്രിതമായിട്ട് പോലീസ് നടത്തുന്നതാണ്. പിണറായി വിജയൻ്റെ ഓഫീസാണ് ഇതിനെല്ലാം പിന്നിൽ. കഴിഞ്ഞ പ്രാവശ്യം മണ്ഡലകാലത്ത് നടത്തിയ അതേ പ്രതികാര നടപടി തന്നെയാണ്, വേട്ടയാടൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയെ, രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലിനെ ഞങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ നേരിടും. രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ശക്തമായിട്ടുള്ള നേരിടുക തന്നെ ചെയ്യും. അതിജീവിക്കും നമ്മുടെ ഇതിനെയെല്ലാം, നമുക്ക് തോറ്റുകൊടുക്കാനാവില്ല ഈ ശബരീശ മണ്ണിൽ എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്കിന്റെ പേജിൽ സുരേന്ദ്രൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത്. 242 കേസുകൾ ഒരു വ്യക്തിക്കെതിരെ ചുരുങ്ങിയ കാലം കൊണ്ട് എടുത്തിരിക്കുന്നതും അത്ഭുതകരമായ ഒന്നാണ്. ഇതും BJP പ്രചരണ ആയുധമായി ഉപയോഗിക്കും. ഈ കേസുകളൊക്കെ ശബരിമല വിഷയത്തിനാണെന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തി വോട്ട് കിട്ടുന്നതിനും BJPക്ക് ഇടയാക്കും. ചുരുക്കത്തിൽ BJPയുടെ കടന്നുവരവിനെ LDF നന്നായി ഭയക്കുന്നുവെന്നത് ഇത് വ്യക്തമാക്കുന്നുണ്ട്. BJPയും ഹിന്ദു ഐക്യവേദിയും ശബരിമല കർമ്മസമിതിയും ഹർത്താൽ ആഹ്വാനം ചെയ്തതും ക്രിമിനൽ ഗൂഢാലോചന, ഔദ്യോഗിക കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ, ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ, പൊതുമുതൽ നശീകരണം, വധശ്രമം തുടങ്ങി അനേകം വകുപ്പുകളാണ് പ്രതികൾക്കെതിരെയുള്ള കേസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ കേസുകൾ സുരേന്ദ്രനെതിരെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും നാമനിർദ്ദേശ പത്രിക നൽകാൻ സമയമുള്ളതിനാൽ സുരേന്ദ്രൻ വീണ്ടും നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് കിട്ടിയ സൂചന. എന്തായാലും ഇനി മുതൽ പത്തനംതിട്ടയിൽ കാണാൻ പോകുന്നത് BJPയും CPM-ഉം UDF-ഉം തമ്മിലുള്ള ഉഗ്ര പോരാട്ടമായിരിക്കും. ശബരിമല വിഷയം എന്തായാലും ഉയർത്തിക്കൊണ്ടുവന്ന് BJP നല്ലൊരു വോട്ട് കരസ്ഥമാക്കും എന്നുള്ളത് സംശയിക്കേണ്ടതില്ല. Fully Motive Silks now at Tiruvalla. Tiruvalla will change.